ജാറമോ അവിടെ ഇല്ല. അവിടെ ഒരു വള്ളി ചുറ്റിയൊരു മരം വീണിറക്കുന്നുണ്ട്. ഈ വള്ളിയെ കുറിച്ചുള്ള കഥ എന്താണെന്നറിയോ? വലിയ വള്ളിയാ. അതിങ്ങനെ ഒരു മരത്തുമ്പോ കയറും, കുറെ കഴിയുമ്പോൾ ആ മരം ഇങ്ങോട്ട് വീഴും. എന്നാ അവിടെ നിൽക്കോ വള്ളിയിൽ, അപ്പുറത്തെ മരത്തുമ്പോ കയറും. അതിനെ പച്ചപ്പുതപ്പിട്ട് പൂജിച്ച് അവിടെ പോയി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്കാണ് മുസ്ലിം സമുദായം എത്തിയിട്ടുള്ളത്. തലേക്കെട്ടുകാരെ, നിങ്ങൾ എവിടേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? ബിംബാരാധനയിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയല്ലേ? ഇത് പറയാൻ ഇവിടെ മുജാഹിദുകൾ മാത്രമേ ഉള്ളൂ. ജമാഅത്തുകാർക്ക് സമയമില്ല. തബ്ലീഗുകാർക്ക് കയ്യുമ്പോ ഒഴിഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞാൽ കുഴപ്പമുണ്ടാകുമെന്ന് പറഞ്ഞാണ് മുസ്ലിം സമുദായത്തെ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം? ഖുറാബികളെ, നിങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബസ്സിലെ പുകവലി പാടില്ല എന്ന ബോർഡിനേക്കാൾ അത് പതിച്ചതാണ്. ആ ബോർഡിന് വല്ല വലിയ ആരെങ്കിലും കൽപ്പിക്കണ്ടോ? അതുപോലെയാണോ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ലെന്ന് പറഞ്ഞിട്ട് മരത്തോട് പ്രാർത്ഥിക്കുന്ന, കല്ലിനോട് പ്രാർത്ഥിക്കുന്ന, ജാറത്തോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ എത്തിച്ചത്, ഈ കൊടിയ ശിർക്കിൽ മുസ്ലിമീങ്ങളെ എത്തിച്ചത് യഥാർത്ഥത്തിൽ നിങ്ങളാണ്. ഇത് സുഹൃത്തുക്കളെ, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ ഇപ്പോൾ അവസാനം എവിടേക്കാണ് എത്തിച്ചേർന്നത്? അഹ്ലുസുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവർ യഥാർത്ഥ